അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപ ഉള്ളവൻ. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുവൻ്റെ ക്ഷേമത്തെ കാക്ഷിക്കുന്ന മനസ്സ്. കൃപാലു അപരനു വേണ്ടി അഹർനിശം, എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അഹർനിശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്തല്ല, രാവും പകലും. അവൻ്റെ മനസ്സ് വ്യാപരിക്കുന്നത് തന്നെ അങ്ങനെയാണ്, രാവും പകലും. കൃപണത വിട്ടു പ്രയത്നം ചെയ്തിടുന്നു. കൃപണൻ എന്ന് പറഞ്ഞാൽ, കൃപണൻ എന്നുള്ളത് ഉപനിഷത്തിലെ വാക്കാണ്. യാജ്ഞവൽക്യൻ ഗാർഗിയോട് പറയുന്നുണ്ട്, ആരാണോ ഏതദക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രൈതി സ കൃപണഃ. യാതൊരുവനാണ് അസ്മാത് ലോകാത് പ്രൈതി, ഈ ലോകം വിട്ടു പോകുന്നത്. എന്ത്? യത് അക്ഷരം അവിദിത്വ, ആ സത്യത്തെ അറിയാതെ ഈ ലോകം വിട്ടു പോകുന്നവനെയാണ് കൃപണൻ എന്ന് പറയുക. ആ കൃപണന്റെ ദോഷത്തെയാണ്, അതിനെയാണ് കാർപ്പണ്യദോഷം എന്ന് ഗീതയിൽ പറയുന്നത്. ആ കാർപ്പണ്യം വന്നു കഴിഞ്ഞാലോ, കാർപ്പണ്യദോഷോപഹത സ്വഭാവ, കൃപണത വന്ന് എന്നെ സ്വാധീനിച്ചിട്ട് എനിക്ക് ഏതൊന്നാണ് ശ്രേയസ് എന്ന് എനിക്ക് അറിയുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് യത് ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി, ആ ശ്രേയസിനെ എനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച് പറഞ്ഞു തരൂ. അതുകൊണ്ട് ഗുരു പറയണു, കൃപാലു അപരനു വേണ്ടി അഹർനിശം കൃപണത വിട്ട് ഈ കാർപ്പണ്യം ദോഷം കൂടാത്തവനായിട്ട് എന്തു ചെയ്യുന്നു? പ്രയത്നം ചെയ്തിടുന്നു. അവന് വേണ്ടി അവൻ്റെ വാക്കുകളെ, കർമ്മത്തെ എല്ലാം ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി, എന്നാൽ കൃപണനാകട്ടെ അധോമുഖനായി. അധോമുഖം കൃപണൻ്റെ ഒരു സ്വഭാവമാണ്. അധോമുഖനായി അധാർമിക പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി തന്നെ താഴേക്ക് കൊണ്ടുപോകുന്നു, തദ്വാര ലോകത്തെയും കുടുംബത്തെയും എല്ലാം. അധോമുഖനായി കിടന്ന്, അതിൽ താഴെ കിടന്ന് അവനു വേണ്ടി മാത്രം അപജയകർമ്മം ചെയ്തിടുന്നു. അവൻ എന്താ ചെയ്യുന്നത്? അവനു വേണ്ടി അപജയകർമ്മം, അവനെ തന്നെ വീണ്ടും നശിപ്പിക്കുന്ന കർമ്മത്തിൽ അവൻ വ്യാപൃതനാകുന്നു. അവൻ എന്താ ചെയ്യുന്നത്? അവനു വേണ്ടി അപജയകർമ്മം, അവനെ തന്നെ വീണ്ടും നശിപ്പിക്കുന്ന കർമ്മത്തിൽ അവൻ വ്യാപൃതനാകുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഈ സാധാരണ പറയും, മലർന്നു കിടന്ന് മുകളിലേക്ക്. ഇവൻ മുകളിലേക്കാണ് ചെയ്യുന്നതെങ്കിലും നേരെ വരുന്നത് അവൻ്റെ മുഖത്തേക്കാണ്. അവരുടെ കർമ്മങ്ങൾ മുഴുവൻ അങ്ങനെയായിരിക്കും എന്ന് പറയും. മറിച്ച് അങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് ഈ ലോകം വിട്ട് പോകാനല്ല പറയണം. കൃപണത വിട്ട്, അപ്പോഴാണ് ലോകത്തിൽ നമ്മൾ എന്നും ചിരഞ്ജീവികളാകുന്നതെന്ന് പറയുക. അങ്ങനെയുള്ളവരെ എന്നും ഓർക്കും. ചിലരൊക്കെ ഈ ലോകം വിട്ടു പോകുമ്പോൾ തന്നെ മറ്റുള്ളവരൊക്കെ അതിനെ ആഘോഷിക്കുന്നു പറയും. കഴിഞ്ഞു അയാളെ കൊണ്ടുള്ള ശല്യം എന്ന് പറയാം. എത്ര കാലമായി എന്നറിയും ഇല്ലേ? ഓർമ്മ വെച്ച കാലം മുതൽ അയാൾ ഒരു മനുഷ്യന്മാർക്ക് നല്ലത് ചെയ്ത ചരിത്രമില്ല എന്നൊക്കെ ചിലരെക്കുറിച്ച് ചിലർ പറയും. അതിപ്പോൾ സ്വന്തം വീട്ടിലുള്ളവർ തന്നെ പറയണം, പിന്നെ നാട്ടിലുള്ളവരെന്താ പറയുക? അങ്ങനെ ആവാതെ നമ്മുടെ സാന്നിധ്യം തന്നെ, ചിന്മയാൻ സ്വാമികൾ പറയും, ഒരു വാണ്ടഡ് ഫീലിംഗ് എന്നാ പറയുക സ്വാമിജി. ഞാനൊരു ആവശ്യക്കാരനാണ് എന്ന് മറ്റുള്ളവൻ എപ്പോഴും തോന്നുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാവുക. വെറുതെ ഒന്നുമില്ല, ചിലരോടൊക്കെ സംസാരിക്കാൻ തന്നെ എന്ത് രസമാണ് അല്ലേ? വെറുതെ അവരുമായിട്ട് വെറുതെ അടുത്തിരുന്നാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചാൽ മതി. അവരെപ്പോഴും പോസിറ്റീവായിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കും. കർമ്മങ്ങളിലാണെങ്കിലും വാക്കുകളിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും ഒക്കെ. അപ്പം ഇത്തരത്തിൽ എനിക്ക് ആരെയാ പ്രചോദിപ്പിക്കാൻ സാധിക്കുന്നത്?
ആലോചിക്കുക, എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്. നാടിനെ പ്രചോദിപ്പിക്കണ്ട, നമ്മളിത് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് രാമകൃഷ്ണദേവൻ പറയും, ലോകത്ത് മുഴുവൻ പരവതാനി വിരിക്കണ്ട, നീ അതിന് ശ്രമിക്കുകയരുത്. നിനക്ക് നല്ലൊരു ചെരുപ്പ് മേടിച്ചിടാം, നിനക്ക് പറ്റുന്നത് അതാണ്. നീ നല്ലൊരു ചെരുപ്പ് മേടിച്ചിടൂ, എന്നാൽ പിന്നെ നല്ല ചെരുപ്പായിക്കോട്ടെ, വളരെ നല്ലത്. പരവതാനിയേക്കാൾ കേമായിട്ടുള്ളത് ഇട്ടോളൂ, നിനക്ക് അതിലിങ്ങനെ പോവാലോ. നീ ഇത് മൊത്തം പരവതാനി വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നഗ്നപാതനായി നടക്കാം എന്ന് കരുതരുത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് എനിക്ക് ആരെ പ്രചോദിപ്പിക്കാൻ സാധിക്കും? എൻ്റെ സാന്നിധ്യം എൻ്റെ വീട്ടിലുള്ളവർക്ക് അലോസരം സൃഷ്ടിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് അലോസരം സൃഷ്ടിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. എൻ്റെ ഭർത്താവിന് ഞാൻ അലോസരം സൃഷ്ടിക്കുന്നുണ്ടോ? എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ അലോസരം സൃഷ്ടിക്കുന്നുണ്ടോ? എൻ്റെ അച്ഛന്, എൻ്റെ അമ്മയ്ക്ക്, എൻ്റെ കുട്ടികൾക്ക്? എങ്കിൽ ഞാനൊരു വീണ്ടും വിചാരത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇതാണ് ഗുരു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാവകാശം തുറന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അപ്പോൾ അവർ പറഞ്ഞു തരും, ഞാൻ മാറേണ്ടതുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ മാറേണ്ടത്. നമ്മളങ്ങനെ മാറാൻ തയ്യാറാവണം. അത്തരത്തിലുള്ള ഒരു മാറ്റത്തിലേക്ക്, ചെറിയ ചെറിയ മാറ്റങ്ങൾ, ഒരു ചെറിയ ജനൽ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എത്രയാ വായു അതിനകത്തേക്ക് പ്രവേശിക്കുക എന്നറിയോ? സൂര്യ വെളിച്ചം കാത്തിരിക്കുക തുറക്കാൻ, അപ്പം കയറി വരും. പക്ഷെ നമ്മൾ കൊട്ടി അടച്ചിരിക്കുക, നമ്മളെ തന്നെ നമ്മൾ കൊട്ടി അടച്ചിരിക്കണം. ഭാര്യ സങ്കല്പിക്കണോ ഇയാൾക്കൊന്ന് ഒന്ന് സംസാരിച്ചാൽ എന്താന്ന്. ഭർത്താവ് വിചാരിക്കണോ അങ്ങനെ ഇപ്പം താന്നൊന്നും കൊടുക്കണ്ട, അവൾക്ക് വേണമെങ്കിൽ എന്നോട് പറയട്ടെ, പറഞ്ഞാൽ എന്താ എന്ന്. ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ മാറ്റിവെക്കാമെന്ന് പറയും.